അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ വർഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങൾ അത് 12 എണ്ണമാണ് എന്ന് തുടങ്ങി മാസങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അനുഗ്രഹീതമായ റമദാൻ മാസത്തിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. റമദാനുമായി ബന്ധപ്പെട്ട്, നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ആ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ ആരെങ്കിലും രോഗികളാവുകയാണ് എങ്കിൽ, യാത്രക്കാരാവുകയാണ് എങ്കിൽ, യാത്രയിലാവുകയാണ് എങ്കിൽ അവരതിന് പകരമായി മറ്റൊരു ദിവസം നോമ്പ് നോൽക്കണമെന്ന ചർച്ച നടത്തുമ്പോൾ അവിടെ യൗമ്, അയ്യാമ് എന്നല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹു പറഞ്ഞത് വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്, അവിടെയും അയ്യാമ് എന്ന ചർച്ച നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ചില ദിവസങ്ങളുടെ പേരുകൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. യൗമുസ് സബ്ത്, ശനിയാഴ്ച ദിവസത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. യൗമുൽ ജുമുഅ, ജുമുഅ ദിവസത്തെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പേര് പറഞ്ഞ ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ? അതിന് വല്ല മഹത്വവുമുണ്ടോ? അന്ന് വിശ്വാസികൾക്ക് പ്രത്യേകമായി വല്ല കർമ്മങ്ങളും ചെയ്യാനുണ്ടോ? ഉണ്ട് എന്നാണ് പ്രമാണങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഇഹലോകത്ത് മാത്രമല്ല പരലോകത്തും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ്, ഏറെ പ്രത്യേകതയുള്ള ദിവസമാണ്. നമുക്കറിയാം, വിശ്വാസികളായ ആളുകൾ സ്വർഗം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ. അവർക്ക് സ്വർഗീയമായ ലോകത്ത് അള്ളാഹു വലിയ ആനന്ദങ്ങളും അനുഭൂതികളുമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ കണ്ണും കാണാത്തത്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനും സങ്കല്പിക്കാൻ സാധിക്കാത്തത് എല്ലാം അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗമെന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങൾക്കപ്പുറമുള്ളതാണ്. ആഗ്രഹിക്കുന്നതെല്ലാം സ്വർഗീയമായ ലോകത്ത് ലഭിക്കുമെന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിക്ക് സ്വർഗലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഭൂതി എന്താണ്? അത് അള്ളാഹുവിനെ കാണാൻ, ലിഖാഉള്ളയാണ്, അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. വിശ്വാസികളായ ആളുകൾ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണും, നേരിട്ട് കാണും. അള്ളാഹു തൻ്റെ മുഖത്തിൻ്റെ ആവരണം പ്രകാശം കൊണ്ട് സംവിധാനിച്ചിരിക്കുന്ന ആ ആവരണം മാറ്റുകയും അങ്ങനെ വിശ്വാസികൾ, സ്വർഗീയവാസികൾ നേരിട്ട് അള്ളാഹുവിനെ കാണുകയും ചെയ്യുമെന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ കാണൽ ഒരു തവണ മാത്രമാണോ? നിരന്തരം കാണാൻ സാധിക്കുമോ? ആ ചർച്ചക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗീയമായ ലോകത്ത് വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. എല്ലാ വെള്ളിയാഴ്ചയും. നോക്കൂ നിങ്ങൾ, വെള്ളിയാഴ്ചക്ക് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത് മഹത്വമുണ്ട്, നാളെയുടെ ലോകത്ത് മഹത്വമുണ്ട്. വിശ്വാസികളായ ആളുകൾ വെള്ളിയാഴ്ചക്ക് വേണ്ടി സ്വർഗലോകത്ത് കാത്തിരിക്കുമെന്നാണ്. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ റബ്ബിനെ കാണാൻ, സ്വർഗീയമായ ലോകത്തെ എല്ലാ സുഖങ്ങളെക്കാൾ അപ്പുറവും അവരാനന്ദിക്കുന്നത്, അവരനുഭൂതി അനുഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ തിരുമുഖം ദർശിക്കുമ്പോഴാണ് എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചക്ക് പരലോകത്ത് മഹത്വമുണ്ട്, ഈ ലോകത്തും മഹത്വമുണ്ട്. എന്താണ് ഈ ലോകത്തെ മഹത്വം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാചക തിരുമേനിയിൽ നിന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അനുഗ്രഹീതമായ ദിവസമാണ് വെള്ളിയാഴ്ച. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ
ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ആദം നബി അലൈഹിസ്സലാമയെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. ആദം നബി അലൈഹിസ്സലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് വെള്ളിയാഴ്ച ദിവസമാണ്. അതേപോലെ തന്നെ ഈ ലോകം അവസാനിക്കുന്നതും ഒരു വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകം അവസാനിക്കുന്നത് വെള്ളിയാഴ്ചയായിരിക്കും. ഇനി നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നമസ്കാരമാണ്. വെള്ളിയാഴ്ചയിലെ നമസ്കാരം അതെങ്ങനെയായിരിക്കണം, അതിലെ സുബഹി നമസ്കാരം എങ്ങനെയായിരിക്കണം, അതിലെ ജുമാ നമസ്കാരം എങ്ങനെയായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിൽ സൂറത്തു സജദയും അതേപോലെ തന്നെ സൂറത്തു ഇൻസാനും പാരായണം ചെയ്യാറുണ്ട്. അത് വെള്ളിയാഴ്ച നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിലെ സുബഹി നമസ്കാരത്തിൽ സൂറത്തു സജദയും സൂറത്തുൽ ഇൻസാനും പാരായണം ചെയ്യും. ഫാത്തിഹ ഓതി സൂറത്തു സജദ ഓതും. അതേപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യും. അതേപോലെ തന്നെ ജുമുഅ നമസ്കാരത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സൂറത്തുൽ ജുമുഅയും അതേപോലെ തന്നെ സൂറത്തുൽ മുനാഫിഖൂനും പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. മറ്റു ചില സൂറത്തുകളും പാരായണം ചെയ്യുന്നത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹി നമസ്കാരത്തിലെ പാരായണം എന്താണ്, ജുമുഅ നമസ്കാരത്തിലെ പാരായണം എന്താണ്, ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അഫ്ദലുസ് സ്വലാത്തി ഇൻദല്ലാഹി സ്വലാത്തുസ് സുബ്ഹി യൗമൽ ജുമുഅ. യൗമുൽ ജുമുഅയിലെ വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹി നമസ്കാരമാണ്. അത് ജമാഅത്തായിരിക്കും. ഈ ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുന്ന സുബഹി നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് വെള്ളിയാഴ്ച സുബഹി ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതാണ് എന്നാണ് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ സമയത്ത് പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. ഏതാണ് ആ സമയം നമുക്കറിയില്ല, പക്ഷേ അത് വളരെ കുറച്ചു സമയമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅ. വെള്ളിയാഴ്ച ദിവസം എന്തുണ്ട്? ഒരു സമയമുണ്ട്. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. അതിലൊരു മുസ്ലിം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, അതിലൊരു മുസ്ലിം നിന്ന് നമസ്കരിച്ചാൽ, അള്ളാഹുവോട് ഒരു നന്മ ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതവന് കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വെള്ളിയാഴ്ചയുടെ മഹത്വമാണ്. ഇനി നോക്കൂ നിങ്ങൾ, വെള്ളിയാഴ്ച ദിവസം പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 5 നേരത്തെ നമസ്കാരങ്ങൾ അത് പാപമോചനമാണ്. നമുക്കറിയാം, ഒരാളൊരു നമസ്കാരം നിർവഹിച്ചു, മറ്റൊരു നമസ്കാരം കൂടെ നിർവഹിക്കുന്നു, അഥവാ സുബഹി നമസ്കരിച്ചു, ദുഹർ നമസ്കരിച്ചാൽ ആ 2 നമസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അതേപോലെ തന്നെ ഒരാൾ ജുമുഅ നമസ്കാരം നിർവഹിച്ചു, വെള്ളിയാഴ്ചയിലെ ജുമുഅ നമസ്കാരം നിർവഹിച്ചു, അടുത്ത ആഴ്ചയിലും ജുമുഅ അദ്ദേഹം നമസ്കരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ 2 ജുമുഅകൾക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന്, വൻ പാപങ്ങളില്ല എങ്കിൽ, വലിയ കുറ്റങ്ങളില്ല എങ്കിൽ അത് പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതെല്ലാം വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളാണ്, പ്രത്യേകതകളാണ്. ഇനി വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഹദീസുകൾ വിശദീകരിച്ചു പോകുന്നില്ല, ഞാൻ എണ്ണി പറഞ്ഞു പോവുകയാണ്. ഒന്ന്, പുരുഷന്മാർ നിർബന്ധമായിട്ടും പള്ളിയിൽ പോകണമെന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് ക്ഷണിക്കപ്പെട്ടാൽ പുരുഷന്മാർ നിർബന്ധമായും പള്ളിയിൽ പോകണം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ? സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ്, സ്ത്രീകൾക്ക് നിർബന്ധമാണ് എന്ന് പറയാൻ പറ്റില്ല. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, സ്ത്രീകൾക്കും ജുമുഅ ജമാഅത്തിന് പള്ളിയിൽ പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പള്ളിയിൽ പോയിട്ടുണ്ട്, സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്. ഹിജാബിൻ്റെ ആയത്തിറങ്ങിയതിന് ശേഷവും മുമ്പും സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്. ഹിജാബിൻ്റെ ആയത്തിറങ്ങിയതിന് ശേഷവും മുൻപും സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്. എന്തിനാ അങ്ങനെ പറയുന്നത്? ചില ആളുകൾ, ചില സഹോദരങ്ങൾ പറയാറുണ്ട്, വെള്ളിയാഴ്ച ദിവസം അതേപോലെ തന്നെ മറ്റുള്ള നമസ്കാരങ്ങൾക്ക് സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു മാതൃകയില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ നബിയുടെ ഭാര്യമാർ, അതേപോലെ തന്നെ സ്വഹാബ വനിതകൾ, അവരെല്ലാവരും പള്ളിയിൽ പോയിരുന്നു. പള്ളിയിൽ പോയവർ ജമാഅത്തായിട്ട് നമസ്കരിച്ചിട്ട് ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ്, അവർക്ക് ജുമാഅക്ക് പോകാം. പോകുമ്പോൾ മാന്യമായ വസ്ത്രം ധരിച്ച്
ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെ പുറത്തു പോകണോ അതേപോലെ പുറത്തു പോകണം. അതല്ലാതെ അവരുടെ സൗന്ദര്യം പ്രകടമാക്കി ആളുകളെ ആകർഷിക്കാനും മറ്റുള്ള താല്പര്യങ്ങൾക്കും വേണ്ടിയല്ല ഒരു പെണ്ണ് പള്ളിയിൽ പോകേണ്ടത്. മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് പള്ളിയിലേക്ക് പോകാൻ. അവിടെ പോയാൽ പുരുഷന് ലഭിക്കുന്ന പ്രതിഫലം അവൾക്കും ലഭിക്കുമെന്ന് തന്നെയാണ് പരിശുദ്ധമായ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നിർബന്ധമായും പുരുഷന്മാർ പള്ളിയിൽ പോകണം. സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ്. അതേപോലെ തന്നെ കുളിക്കുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്തായ കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് ഹദീസുകളിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്ന വിഷയമാണ്. ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച കുളിക്കുകയും അങ്ങനെ അയാൾ നേരത്തെ പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്താൽ അയാൾക്ക് അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുന്ന സുദീർഘമായ ഹദീസ് നമുക്ക് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം എപ്പോഴാണത് പാരായണം ചെയ്യേണ്ടത്? നമുക്കറിയാം, ഇസ്ലാമികമായി കൊണ്ട് ഒരു ദിവസം ആരംഭിക്കുന്നത് മഗ്രിബ് നമസ്കാരം മുതൽ അടുത്ത മഗ്രിബ് നമസ്കാരം വരെയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച രാത്രി മഗ്രിബ് നമസ്കാരം മുതൽ വെള്ളിയാഴ്ച മഗ്രിബ് വരെയുള്ള സമയത്തിനിടയിൽ എന്ത് പാരായണം ചെയ്യാം? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാം. വലിയ മഹത്വമാണ് അതിന്. ആ സൂറത്ത് പാരായണം ചെയ്യാത്ത ആളുകൾ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ സൂറത്ത് ഓതാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ അത് പതിവാക്കണം. എല്ലാവരും, അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആ പ്രത്യേകമായ കർമ്മം, ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം. സാധാരണ പുരുഷന്മാർ പള്ളിയിൽ പോവുകയും അവർ പള്ളിയിൽ വെച്ചുകൊണ്ട് ആ സൂറത്ത് പാരായണം ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്നാൽ സഹോദരികൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. സ്ത്രീകൾക്ക് വീട്ടിലിരുന്നത് പാരായണം ചെയ്യാം, സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാം. അതുകൊണ്ട് തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്ന സുന്നത്ത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. സ്വലാത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, സ്വലാത്തിന് ഒരുപാട് മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ ബഖീലാണ്, പിശുക്കനാണ് എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്, പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അന്ന് സ്വലാത്തിനെ അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ സാധിക്കുന്ന ആളുകൾ ജുമാക്ക് നേരത്തെ പോകണം. ജുമാക്ക് നേരത്തെ പോവുക എന്നുള്ളത് വലിയ പ്രതിഫലം ലഭിക്കാൻ ഇടയാക്കുന്ന പ്രവർത്തനമാണ്. ഒരാൾ കുളിച്ച് വൃത്തിയായി ആ പള്ളിയിൽ ആദ്യമായി കൊണ്ടെത്തുകയാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ചവൻ പള്ളിയിൽ പോവുകയാണ് എങ്കിൽ, പള്ളിയിൽ ഒന്നാമതെത്തുന്നയാൾക്ക് ഒട്ടകത്തെ നേർച്ചയാക്കിയതിൻ്റെ പ്രതിഫലമുണ്ട്. രണ്ടാമതെത്തുന്നയാൾക്ക് പശുവിനെ നേർച്ചയാക്കിയതിൻ്റെ പ്രതിഫലമുണ്ട്. മൂന്നാമതെത്തുന്നയാൾക്ക് ആടിനെ നേർച്ചയാക്കിയതിൻ്റെ പ്രതിഫലമുണ്ട്. നാലാമതെത്തുന്നയാൾക്ക് കോഴിയെ നേർച്ചയാക്കിയതിൻ്റെ പ്രതിഫലമുണ്ട്. കോഴിമുട്ടയെ നേർച്ചയാക്കിയതിൻ്റെ പ്രതിഫലമുണ്ട് എന്നൊക്കെ ഹദീസുകളിൽ വന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച സാധിക്കുന്ന ആളുകൾ നേരത്തെ പള്ളിയിൽ പോകണം. പിന്നെ പലപ്പോഴും പല ആളുകളിലും വെള്ളിയാഴ്ചയിൽ സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് ജുമാഅയുടെ ഇടയിൽ സംസാരിക്കുക എന്നുള്ളത്. അത് പാടില്ലാത്ത കാര്യമാണ്. ജുമാഅയുടെ ഇടയിൽ പരസ്പരം സംസാരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല, അത് നിഷിദ്ധമായ കാര്യമാണ്. ഇമാമ് മിമ്പറിൽ കയറിയാൽ, ഖത്തീബ് മിമ്പറിൽ കയറിയാൽ പിന്നെ ആ ഖത്തീബിൻ്റെ ഖുതുബ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മുടെ ബാധ്യത. ഒരാളോട് സംസാരിക്കുന്ന ഒരാളോട് മിണ്ടാതിരിക്കുക എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ്. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ജുമാ ദിവസം പള്ളിയിൽ പോയാൽ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് തഹിയ്യത്ത് നമസ്കരിച്ച് നമ്മൾ ജുമാക്ക് വേണ്ടി ഇമാം മിമ്പറിൽ കയറുന്നത് വരെ കാത്തിരിക്കുക. പ്രാർത്ഥനകളിൽ മുഴുകി, ദിക്റുകളിൽ മുഴുകി, ഖുർആൻ പാരായണത്തിൽ മുഴുകി നമ്മൾ സമയം കഴിച്ചുകൂട്ടുകയും ഇമാം മിമ്പറിൽ കയറിയാൽ, ഖത്തീബ് മിമ്പറിൽ കയറിയാൽ അദ്ദേഹത്തിൻ്റെ ഖുതുബ നന്നായി ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നമസ്കരിക്കുകയും ശേഷം പിരിഞ്ഞു പോരുകയുമാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ജുമാ നമസ്കാരത്തിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കർമ്മങ്ങളായിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുകയും ഈ കർമ്മങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓരോ വെള്ളിയാഴ്ചയും നമ്മളെ തേടി വരുന്നത് ധാരാളം പ്രതിഫലങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമായി കൊണ്ടാണ്. ആ അവസരങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ചയെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുന്ന, അതേപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.